രാജ്യവ്യാപകമായി നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേരളത്തിൽ അടിയന്തര സ്റ്റേ ഇല്ലെന്ന് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ കേരളം റിപ്പോർട്ട് നൽകണമെന്നും ഈ കേസ് പരിഗണിക്കവേ കോടതി വ്യക്തമാക്കി. പ്രത്യേക സത്യവാങ്മൂലം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കേസ് ചൊവ്വാഴ്ച വീണ്ടും കോടതി പരിഗണിക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, കേരളത്തിന്റെ ഹർജി പരിഗണിച്ച് സുപ്രീംകോടതി എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത്? കേരളത്തിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപിലാണ് പരിഗണിക്കുന്നത്. ഇന്ന് ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി ഈ വിഷയത്തിൽ കുറച്ച് വിശദാംശങ്ങൾ പരിശോധിച്ചു. എന്നാൽ ഒരു കാരണവശാലും SIR നടപടികൾക്ക് സ്റ്റേ അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. നിലവിൽ ഹർജി നൽകിയിട്ടുള്ള സംസ്ഥാന സർക്കാരും ഒപ്പം CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഏറ്റവും ആദ്യം വാദിക്കുന്നത് SIR നടപടികൾ നിർത്തിവെക്കാൻ കോടതി ഇടപെടണം, അതിന് സ്റ്റേ നൽകണം എന്നുള്ളതാണ്. എന്നാൽ യാതൊരു തരത്തിലും സുപ്രീം കോടതിയും SIR നടപടികൾ സ്റ്റേ ചെയ്യാനോ അത് നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും നിരീക്ഷണം നടത്താൻ പോലും സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. അതായത് കേരളത്തിലും മറ്റ് 11 ഇടങ്ങൾക്ക് സമാനമായി നിലവിൽ കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടങ്ങൾക്ക് സമാനമായി കേരളത്തിലും SIR സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കേസ് ഡിസംബർ 2-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഡിസംബർ 1-നുള്ളിൽ ഈ വിഷയത്തിൽ തൽസ്ഥിതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നടത്തിയ വാദം എന്നുള്ളത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് SIR നടപടികൾ നീട്ടിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നോ കളക്ടർമാരുടെ ഭാഗത്തുനിന്നോ അത്തരത്തിൽ ഒരു എതിർപ്പും വന്നിട്ടില്ല. അത്തരത്തിൽ SIR നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനും SIR നടപ്പാക്കാനും കേരളത്തിലെ ക്രമീകരണങ്ങൾ സജ്ജമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ SIR ബാധിക്കില്ല, അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രശ്നം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ SIR നടപടികളിൽ ഒരു സ്റ്റേ, ഇനി കേസ് 2-ാം തീയതി പരിഗണിക്കുമ്പോഴും അത് സ്റ്റേ ചെയ്യാനോ അത്തരത്തിലൊരു നടപടികളിലേക്ക് കോടതി കടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം SIR-മായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി SIR നടപടികൾ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തമാണ് ജിഷ്ണു. കേരളത്തിൽ SIR-ന് അടിയന്തര സ്റ്റേ ഇല്ലെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേരളം റിപ്പോർട്ട് നൽകണമെന്നും ഈ കേരളത്തിന്റെ ഹർജി പരിഗണിക്കവേ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.